കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിലും 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അടക്കം ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രാജ്യതലസ്ഥാനത്തെത്തുന്ന 100ഓളം വിമാനങ്ങൾ വൈകുമെന്നും അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന 43ഓളം വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിയത്. ട്രെയിൻ സർവീസുകളും വൈകുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. 22 ട്രെയിനുകളാണ് കഴിഞ്ഞ ദിവസം വൈകി സർവീസ് നടത്തിയത്. ഇത് യാത്രക്കാരെ സാരമായി ബാധിച്ചിരുന്നു. ഇന്ന് തലസ്ഥാനത്ത് മൂടൽ മഞ്ഞിൽ കുറവുണ്ടെന്നും വായുവിന്റെ നിലവാരത്തിൽ പുരോഗതിയുണ്ടെന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 356 ആയെന്നാണ് കണക്ക്. അടുത്ത 2 ദിവസത്തേക്ക് വായുവിന്റെ നിലവാരം മോശമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കനത്ത മൂടൽമഞ്ഞ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടും. അടുത്ത 5 ദിവസങ്ങളിൽ ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ഉത്തർപ്രദേശിൽ കനത്ത മൂടൽമഞ്ഞുണ്ടാകുന്ന സാഹചര്യത്തിൽ ഗതാഗത തടസ്സം പരിഹരിക്കാൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം മഞ്ഞുവീഴ്ച വർദ്ധിച്ച സാഹചര്യത്തിൽ നോയിഡയിലെയും ഗ്രേറ്റർ നോയിഡയിലെയും ഗൗതം ബുദ്ധ് നഗറിലെയും സ്കൂളുകൾക്ക് അടുത്ത 2 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചു. അധ്യാപകരും മറ്റു ജീവനക്കാരും ജോലി ചെയ്യും. അതിനിടെ മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തർപ്രദേശിലുണ്ടായ 2 വ്യത്യസ്ത റോഡ് അപകടങ്ങളിൽ 6 പേർ മരിക്കുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വ്യാഴാഴ്ച ഡൽഹിയിൽ 8.4 ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. പുലർച്ചെ ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കാനും പൊതുജനങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. അതേസമയം അടുത്ത 5 ദിവസങ്ങളിൽ കുറഞ്ഞ താപനില 7 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.